1, 2, 3. ഞാൻ അൻവിക്ക് വേണ്ടി റഫ്യൂസിനായിട്ട് 3 ഡ്രസ്സ് മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കുഞ്ഞ് വളർന്നു വരുന്നതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി കുറേ ഇൻവെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മീഷോന്ന് അഫോർഡബിൾ റേറ്റിന് ഒരു 3 ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ഡ്രസ്സിനും കൂടെ എനിക്ക് ആയത് വെറും 500 റുപ്പീസാണ് കേട്ടോ. അപ്പം നമുക്ക് ആ ഡ്രസ്സ് എന്താണെന്ന് കാണാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം പർച്ചേസ് ചെയ്ത് ഈ ഒരു മോഡൽ ഡ്രസ്സാണ്. ഇതൊരു ഫ്രോക്ക് പോലെ തോന്നുമെങ്കിലും ഇതിൻ്റെ കൂടെ ഒരു ട്രൗസറും കൂടെ ഉണ്ട്. ഇതൊരു കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. പക്ഷേ ഞാൻ ഈ ഹാങ്സ് ഒക്കെ എടുത്ത് കളഞ്ഞു. കാരണം കുഞ്ഞെങ്ങാനും വായിലിട്ടാലോ എന്ന് വിചാരിച്ച് ഞാൻ ഹാങ്സ് ഒക്കെ എടുത്ത് കളഞ്ഞു. ഇതിൻ്റെ ഈ ഒരു ഫ്രോക്കിൻ്റെ മെറ്റീരിയൽ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ട്രൗസറിൻ്റെ മെറ്റീരിയൽ അത്ര ക്വാളിറ്റി ഇല്ല. ഇതിന് അറൗണ്ട് 200 ആവുന്നുള്ളൂ കേട്ടോ. പക്ഷേ ആ ഒരു ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടാമത് മേടിച്ചത് ഈ ഒരു പേർപ്പിൾ കളർ ഫ്രോക്കാണ്. ഇതും അറൗണ്ട് 200-നകത്തേ ആയിട്ടുള്ളൂ. ഒരു പോളിസ്റ്റർ മോഡൽ ക്ലോത്താണ്. കുഞ്ഞിനെ ഇങ്ങനെ ജസ്റ്റ് വെളിയിലൊക്കെ നടക്കാനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ. അങ്ങനത്തെ റഫ്യൂസിന് വേണ്ടി മേടിച്ചതാണ്. പക്ഷേ പുറത്തോട്ടിട്ടുകൊണ്ട് പോകാനും കൊള്ളാം. പക്ഷേ ഇതിൻ്റെ ട്രൗസർ ഇത്തിരി ക്വാളിറ്റി ഉണ്ട്. ഇതും ഒരു 200-ൻ്റെ ബഡ്ജറ്റിനകമാണ് വന്നത്. ബട്ട് ഇതാണ് എൻ്റെ ഫേവറേറ്റ് വൺ. ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ഫ്രോക്കും ഒരു ട്രൗസറും. ഇതും ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. പക്ഷെ അവൾക്കിത് ഏറ്റവും കംഫർട്ടബിൾ ആയിരുന്നു. ഇതും ഒരു 200-നകമാണ് കേട്ടോ വരുന്നത്. ഇതിലെ ഹാങ്ങിങ്സും ഞാൻ എടുത്തു കളഞ്ഞു കേട്ടോ. അപ്പം ഇതെല്ലാം ഞാൻ മീഷോന്നാണ് പർച്ചേസ് ചെയ്തത്. എൻ്റെ ഡ്രസ്സും ഞാൻ മീഷോന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത്. കാരണം ഇതെനിക്ക് ഭയങ്കര ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. നല്ല ലൂസ് ആയിട്ട് നമുക്ക് കിടക്കുകയും ചെയ്യും. ഇത്തിരി മോഡേൺ ടൈപ്പ് സ്റ്റൈലിഷ് ഡ്രസ്സുമാണ് കേട്ടോ. ഇതും ഞാൻ മീഷോന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. വേണ്ടുന്നവർ പർച്ചേസ്